ആലപ്പുഴ കറ്റാനത്ത് ബീവറേജ് ഔട്ട്ലെറ്റിൽ യുവാവിന്റെ അതിക്രമം. വാങ്ങിയ മദ്യം പൊട്ടിച്ച് ജീവനക്കാരുടെ മുഖത്തൊഴിച്ചു. മദ്യം കിട്ടാൻ വൈകിയതിന്റെ പേരിലാണ് അതിക്രമം. യുവാവ് മണ്ണെണ്ണ ഒഴിക്കുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. മനീഷ് മഹിബാൽ ചേർന്നു. മനീഷ്, ഈ കാത്തിരുന്ന അസ്വസ്ഥനായ മദ്യപാന വിശദാംശങ്ങൾ ലഭ്യമാണോ? നിലവിൽ ഈ പ്രതിയെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായി പ്രതി ആരാണെന്ന് മനസ്സിലായിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ള കുറത്തിക്കാട് പോലീസ് അറിയിക്കുന്നത്. സംഭവം ഉണ്ടാകുന്നത് മിനിഞ്ഞാന്ന് വൈകിട്ടാണ്. ഇത് സംബന്ധിച്ച് ബീവറേജ് ഔട്ട്ലെറ്റിലെ ജീവനക്കാർ പരാതി ഇന്നലെ വൈകിട്ടാണ് കുറത്തിക്കാട് പോലീസിന് കൊടുക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്, പുറത്തു വന്നത്. രണ്ട് ദൃശ്യങ്ങളാണ്. ഒന്ന്, ഇയാൾ നേരത്തെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളുണ്ട്. ബീവറേജ് ഔട്ട്ലെറ്റിൽ വന്ന് മണ്ണെണ്ണ ഒഴിക്കും, ഒപ്പം തന്നെ ഈ മദ്യം, അതായത് ഒരു 1/2 ലിറ്റർ മദ്യം വാങ്ങിച്ചത് ഈ രണ്ട് ജീവനക്കാരുടെ മുഖത്തൊഴിക്കുന്ന ദൃശ്യങ്ങൾ. അങ്ങനെ രണ്ട് ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിന് കാരണമായി ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ജീവനക്കാർ പറയുന്നത്, 2 കൗണ്ടറുള്ള ബീവറേജ് ഔട്ട്ലെറ്റിൽ 1 കൗണ്ടർ മാത്രമായിരുന്നു തുറന്നിരുന്നത്. പക്ഷേ ജീവനക്കാരുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ 1 കൗണ്ടർ മാത്രം തുറന്നതാണ് ജീവനക്കാർ അറിയിക്കുന്നത്. പക്ഷേ 2 കൗണ്ടർ ഉള്ള സ്ഥലത്ത് 1 കൗണ്ടർ മാത്രം തുറന്നത് കൊണ്ട് ഏറെ നേരം ക്യൂ നിന്നത് കൊണ്ട് മാത്രമാണ് മദ്യം ലഭിച്ചത്. ഇതിൽ പ്രകോപിതനായിട്ടുള്ള, മദ്യം ലഭിക്കാൻ താമസിച്ചതിൽ പ്രകോപിതനായിട്ടുള്ള ആളാണ് മദ്യം വാങ്ങി അതേ 1/2 ലിറ്ററിൻ്റെ കുപ്പി പൊട്ടിച്ച് ജീവനക്കാരുടെ മുഖത്തൊഴിച്ചിട്ടുള്ളത്. ഇതിൽ സർക്കാർ ജീവനക്കാരെ ഉപദ്രവിച്ചതിലും അവരുടെ ജോലി തടസ്സപ്പെടുത്തിയതിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കുറത്തിക്കാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ പ്രതിയെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. 2 ദിവസമായി ഉണ്ടായ സംഭവത്തിൽ ഇതുവരെയും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള വിചിത്രമായ വാദമാണ് നിലവിൽ കുറത്തിക്കാട് പോലീസ് അറിയിക്കുന്നത്. സുഹൈൽ. ശരി, മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പരാക്രമം അല്പം കാത്തിരിപ്പിച്ചതിനായിരുന്നു എന്ന് മാത്രം.